നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ്. ആശുപത്രികളും ആശുപത്രി കെട്ടിടങ്ങളും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ശോചനീയാവസ്ഥകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് വിഷയങ്ങളെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം, ചോദിച്ചു മനസ്സിലാക്കാം. ഈ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ഇവിടെ നിർമ്മിച്ച ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇതിപ്പോൾ ഒരു ശോചനീയാവസ്ഥയിലാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നു. എത്രത്തോളം അത് ശരിയാണ്? എന്താണ് പറയാനുള്ള ആവശ്യം? നെയ്യാറ്റിൻകരയുടെ പേര് ലഭിച്ചതിന് നമുക്കെല്ലാവർക്കും അറിയാം. പവിത്രമായ നെയ്യാറിൻ്റെ കര, അങ്ങനെയാണ് നെയ്യാറ്റിൻകര ലഭിച്ചത്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇവിടുത്തെ മുഴുവൻ മലിനജലങ്ങളും ഒഴുകിയെത്തുന്ന നെയ്യാറിലേക്കാണ്. അതുമാത്രമല്ല, അവിടെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വരികയും അവിടുത്തെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് വീണ്ടും അസുഖത്തിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ട്രോമോ കെയർ ഒരു ഡ്രാമ കെയർ എന്നാണ് ജനം പറയുന്നത്. കാരണം 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഈ ഹോസ്പിറ്റൽ ഒരു ട്രാൻസ്ഫർ ആശുപത്രി, അതൊരു ചെറിയൊരു നെഞ്ചുവേദനയോ എന്തായിട്ട് പോയാലും ആൾക്കാരെ നേരെ റെഫർ ചെയ്യുന്ന ആശുപത്രിയായിട്ട് മാറിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര ആശുപത്രി. ഈ നെയ്യാറ്റിൻകര തീരദേശ മേഖലയിലെയും മലയോര മേഖലയിലെയും നിരവധി സാധാരണക്കാരാണ് ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ ട്രോമാ കെയർ എന്ന് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതീക്ഷയോടായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ട്രോമാ കെയർ എന്ന് പറയുമ്പോൾ കാർഡിയാക്കിൻ്റെ ഡോക്ടർ, മറ്റ് സംവിധാനങ്ങൾ, അങ്ങനെ 24 മണിക്കൂർ സജ്ജമായിട്ടുള്ള സംവിധാനമാണ് ട്രോമാ കെയർ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് പോയാൽ പോലും പരിശോധിച്ചാൽ മനസ്സിലാവും, രാത്രി കാലങ്ങളിൽ അവിടെ പോയാൽ ഒരു ഡോക്ടറും 1-2 നഴ്സുമാരും ഒരു ഹെൽപ്പറും കൂടിയൊക്കെ ഉള്ള ഒരു സംവിധാനം മാത്രമാണ് അവിടെ ഉള്ളത്. ഒരു റെഫറൻസ് ആശുപത്രിയായി, അതായത് ചെറിയ ഒരു ഗ്യാസായിട്ടൊരു പാവപ്പെട്ടവൻ പോയിക്കഴിഞ്ഞാൽ അവിടെ ഉടൻ പരിശോധിച്ച് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണ്. അപ്പോൾ ഒരു റെഫർ ചെയ്യുന്ന ഒരു ആശുപത്രിയായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി തരം താഴുകയാണ്. അടിയന്തരമായി സർക്കാർ ഇടപെടുകയും അതിനു വേണ്ടിയിട്ടുള്ള സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട കടമ നിറവേറ്റണമെന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കകത്ത് ഒരു കുടുംബശ്രീയുടെ പേരിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ മനസ്സിലാവുന്നത് അവിടെ തന്നെയുള്ള ഭരണ സംവിധാനത്തിലുള്ള ഏതോ ജനപ്രതിനിധിയുടെ ബിനാമിയായി നടത്തുന്നു എന്നുള്ളതാണ് വിവരം കിട്ടുന്നത്. കാരണം ഈ പുറത്ത് സേവാഭാരതി അടക്കം പല സന്നദ്ധ സംഘടനകളും സൗജന്യമായി അവിടെ ഭക്ഷണം നൽകുമ്പോൾ പുറത്തുള്ള ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ വിലയേക്കാളും കൂടുതലാണ് കുടുംബശ്രീ നൽകുന്ന ഭക്ഷണത്തിൻ്റെ വില വരുന്നത്. അതുമാത്രമല്ല, അവിടെ മുഴുവൻ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് ഈ ഭക്ഷണങ്ങൾ മുഴുവൻ വിതരണം ചെയ്യുന്നത്. ഇവിടെ മാലിന്യമുക്തം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മുക്ത കേരളം, ഹരിത കേരളം എന്നൊക്കെ മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ഈ കുടുംബശ്രീയുടെ പേരിൽ നടക്കുന്ന ഈ ഹോട്ടലിൽ തന്നെ മുഴുവൻ പ്ലാസ്റ്റിക്കിലാണ് പൊതിഞ്ഞും മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളാണ് കൂടുന്നത്. ഇതൊന്നും ഹെൽത്തുകാരൊന്നും തന്നെ യാതൊരു വിധമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഇല്ല. അത്തരത്തിൽ വളരെ ശോചനീയമാണ് നെയ്യാറ്റിൻകര ആശുപത്രിയുടെ അവസ്ഥ. നെയ്യാറ്റിൻകര താലൂക്കിലെ നിരവധി PHSകളിലും CHSകളിലും ഒന്നും തന്നെ നമുക്ക് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള മരുന്ന് ലഭിക്കാറില്ല. അപ്പോൾ ഈ നെയ്യാറ്റിൻകര താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്നതാണ് നെയ്യാറ്റിൻകര താലൂക്ക്. ആ താലൂക്കിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്ന, സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള പൊതുജനം ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി. അപ്പോൾ ഈ CHSകളിലും PHSകളിലും കിട്ടാത്ത ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ജനറൽ ആശുപത്രിയെ ഈ പൊതുജനം തേടിയെത്തുന്ന സമയത്ത് അവിടെയും കൈമലർത്തി കാണിക്കുന്ന പതിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനും ഇലക്ഷൻ സമയത്ത് ഒരു ദിവസം ഈ പട്ടി കടിച്ചപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പോയ സമയത്ത് അവിടെ മരുന്നില്ലാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെ സമീപിക്കുകയാണ് ഞാനും ചെയ്തത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ കാര്യം നമുക്ക് പറയേണ്ടതില്ല. അപ്പോൾ ഇത് നിലവാരം ഇനി ഒരു ചുറ്റുമതിൽ പോലും ഇല്ല. അപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യമാണെങ്കിൽ അതിരൂക്ഷമാണ്. അപ്പോൾ ഈ തെരുവ് നായ്ക്കളെ പേടിച്ച് അമ്മമാരും പാവപ്പെട്ട കുഞ്ഞുങ്ങളും ആശുപത്രിയിലേക്ക് എത്താൻ തന്നെ മടിക്കുന്ന ഒരു സാഹചര്യമാണ് നെയ്യാറ്റിൻകരയെ സംബന്ധിച്ചുള്ളത്. ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനത്ത് നിന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ഇത്രയും പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും സാധാരണക്കാരായ ജനം ആശ്രയിക്കുന്ന ഈ ആശുപത്രിയെ എത്രയും വേഗം തന്നെ ആ ഒരു ജനറൽ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക്, ഇപ്പോൾ ഒരു താലൂക്ക് ആശുപത്രി പോയിട്ട് ഒരു PHSയുടെ നിലവാരം പോലും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഒരു ജനറൽ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് പൊതുജനങ്ങൾക്ക്
വേണ്ടി സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ പരിസരം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന JBS മുതൽ വലിയ മുതിർന്ന 17 വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ വരെ 3-4 സ്കൂളുകളുള്ളതാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ പരിസരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഈ കൊതുക് ശല്യം കാരണം ക്ലാസ്സിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരു പരിസ്ഥിതിയാണ്. ഇപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ പരിസര ശുചീകരണവും കൊതുക് നാശിനിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ശരിക്ക് ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ആരാണ്? ആശുപത്രിയിലെ ജീവനക്കാരാണ്. ഒരു ആശുപത്രിയാണ് ഒരു താലൂക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പ്രധാന ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് അവിടുത്തെ ആശുപത്രികളാണ്. അപ്പോൾ ആ ആശുപത്രിയിലെ ഈ ആരോഗ്യ പ്രവർത്തകർ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇവരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടവർ. അവരിങ്ങനെ ഒരു കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ എനിക്ക് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെടാനുള്ളത് അതിനെതിരെ നടപടിയെടുക്കുവാനുള്ള ഒരു നഗരസഭയ്ക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ അതിനെതിരെ നടപടി എടുക്കുവാനുള്ള ആർജവം നഗരസഭാ നേതൃത്വം കാണിക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഈ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയുടെ മുൻവശം ഇരിക്കുന്ന മാതൃ ശിശു വിഭാഗത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാറിൻ്റെ ശ്രമഫലമായി നമ്മുടെ ആശുപത്രിക്ക് ലഭ്യമായ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ ഒരു ഫ്ലോർ മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ കെട്ടിടം പ്രയോജനപ്പെടുത്താതെ ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ച ഈ ജനതാ പേവാർഡ് പ്രവർത്തിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ ഇപ്പോഴും രോഗികളെ കിടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇവരെ അങ്ങോട്ട് മാറ്റാമായിരുന്നു. അവർ ഈ ഒരു ഫ്ലോർ മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഈ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കേണ്ട സാഹചര്യം ഒരുക്കാതെ ഇവർ ഈ പൊളിയാറായ ഈ അപകടകരമായി നിലനിൽക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് രോഗികളെ കിടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിലൂടെ മലിനജലം മുഴുവൻ ഒഴുക്കി വിടുന്നത് നെയ്യാറിലേക്കാണ്. ഇതിനൊരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ചു. ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇപ്പോഴും പ്രവർത്തനരഹിതമാണ്. ഇവിടെ ആശുപത്രിയിലുള്ള മുഴുവൻ മലിനജലവും നെയ്യാറിലേക്കാണ് ഒഴുക്കിവിടുന്നത്. നെയ്യാറിലേക്ക് ഒഴുക്കിവിടുന്ന ജലമാണ് ഇന്ന് ഈ നഗരപ്രദേശത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റി നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിക്ക് അടിയന്തരമായ ചികിത്സ ലഭ്യമാക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ആ ബോർഡ് വെച്ചിരിക്കുന്ന കെട്ടിടത്തിലാണ് ഈ ആൾക്കാർ ഇപ്പോഴും ഉള്ളത്. ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ബോർഡ് ഈ കെട്ടിടം വിമുക്തി കേന്ദ്രമെന്നാണ്. പക്ഷേ ഈ കെട്ടിടത്തിലാണ് ഇപ്പോഴും ആൾക്കാർ അവരെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നതും മറ്റ് നേഴ്സന്മാരും ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാം ഈ കേന്ദ്രത്തിനകത്തുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്നതും ആരോഗ്യവകുപ്പ് പറയുന്നതും എല്ലാം കള്ളമാണ് എന്നാണ് ഇവിടെ വരുന്നവർക്കും ഇത് പരിശോധിക്കുന്നവർക്കും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ കെട്ടിടങ്ങളുടെ എല്ലാം ശോചനീയമായ അവസ്ഥ. ഇതെങ്ങനെയാണ് ഇവിടെ ആശുപത്രിയിൽ വന്നാൽ പട്ടികളുടെ ശല്യമാണ്. നായ്ക്കള്, നൂറുകണക്കിന് നായ്ക്കളാണ് ഇവിടെ ഈ ആശുപത്രി വാർഡിനകത്തൂടെ കയറി ഇറങ്ങി നിറങ്ങുന്നത്. ഈ ആശുപത്രിയിൽ യാതൊരു സുരക്ഷയുമില്ല. ആശുപത്രിയിൽ വരുന്നവർക്ക് കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, ഈ ആശുപത്രിക്കകത്ത് വരുന്നവരെ നായ്ക്കൾ കടിക്കാൻ ഓട്ടിക്കുന്നു. എല്ലാം കൊണ്ടും ഈ കേരളത്തിലെ ആരോഗ്യവകുപ്പ് വളരെ ദുരിതമാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അതിന് അടിയന്തരമായ ഒരു പരിഹാരം കാണാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ആശുപത്രിയുടെ നമുക്ക് ഇപ്പം ഒരു ആശുപത്രിയിൽ ഒരു രോഗിയെ ഒരു ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അപ്പുറത്തെ വാർഡിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ നട്ടുച്ചയ്ക്കാണ് കൊണ്ടുപോവുകയാണെങ്കിൽ ആ രോഗിയെ വീൽ ചെയറിൽ അല്ലെങ്കിൽ മറ്റു ഒരു വാഹനമുണ്ട്, ആ വാഹനത്തെ ഇപ്പോൾ കാണാനില്ല. ആ വാഹനത്തിലാണ് കൊണ്ടുപോകണമെങ്കിൽ ഉച്ചയ്ക്ക് വെയിൽ കൊണ്ട് ആ രോഗി ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാം ദിവസമോ 4-ാം ദിവസമോ തിരിച്ച് വരുന്നതും ഈ മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, ഈ നാട് വെയിലത്താണ് ഈ രോഗിയെ തിരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ പബ്ലിക്കാന്ന് പറഞ്ഞാൽ ആ കൊണ്ടുവരുന്ന റോഡ് തന്നെ അതിനകത്തുള്ള റോഡ് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് ആ രോഗി സ്റ്റിച്ചൊക്കെ ഇട്ടായിരിക്കും വന്നത്. വാർഡിലെത്തുന്ന സമയത്ത് ഏകദേശം ഒരു 4-5 സ്റ്റിച്ചൊക്കെ ഇളവുന്ന ഒരവസ്ഥയിലാണ് അവിടുത്തെ വീൽ ചെയറിലോ മറ്റേ വണ്ടിയിലോ കൊണ്ടുവരണേ, മറ്റേ ട്രോളിയിലോ കൊണ്ടുവരണേ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നെയ്യാറ്റിൻകര ആശുപത്രിയുടെ അവസ്ഥ. മാത്രവുമല്ല നമുക്കറിയാം ഈ രോഗികൾ, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ രോഗികളുടെ അവസ്ഥ. കാരണം ഈ രോഗികൾ വന്നു കഴിഞ്ഞാൽ കിടക്കാൻ ബെഡില്ല.
ബെഡില്ലാത്ത രോഗികളെല്ലാം തറയിലാണ് കിടക്കുന്നത്. ബെഡ് കിട്ടാതെ വന്ന രോഗികൾ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് റെഫർ ചെയ്ത ഒരു രോഗിയെ നമുക്ക് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ ഇവിടെയാണെങ്കിൽ അയാൾ വന്ന് വരാന്തയിലോ അല്ലെങ്കിൽ പുറത്തെവിടെയും കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആവശ്യമായ ബെഡുകളില്ല. അപ്പം കെട്ടിടങ്ങൾ വരുന്നെങ്കിലും അതിനുള്ള പ്രാഥമികമായ ഒരു സൗകര്യങ്ങളും തന്നെ ഇവിടെ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് അടിയന്തരമായ നടപടികൾ ഉണ്ടാവണം. കാരണം ലാബുകൾ സംവിധാനങ്ങൾ യഥാർത്ഥം പ്രവർത്തിക്കില്ല. ലാബുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പുറത്തുള്ളവരെയും പ്രൈവറ്റുകളെയും ആശ്രയിക്കുന്നവർ. രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞൊരു ലാബുണ്ട്. അതുള്ളത് കുറച്ച് ആശ്വാസം എന്നുള്ളത്. അല്ലാതെ ഇതിനകത്ത് ഒരു സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജനറൽ ഹോസ്പിറ്റൽ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ആവശ്യമായ ഡോക്ടർമാരുള്ള, ആവശ്യമായ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരില്ല. മറ്റ് ട്രോമാ കെയറിൻ്റെ പ്രവർത്തനം സജീവമല്ല. മറ്റ് കാർഡിയാക്കിൻ്റെ ഇതുപോലെ നിരവധി നേരത്തെ പറഞ്ഞ പോലെ ഒരു മരിച്ച ഒരു രോഗിയെ മരിച്ച ഒരാളെ ഇവിടെ കൊണ്ടുവന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും ഇവിടെ നടക്കുന്നില്ല. അവൻ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലോ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റൽ അത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലേക്ക് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ മാറപ്പെട്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങുകൾ മാത്രം പൊങ്ങുന്ന അല്ലാതെ മറ്റു ശാശ്വതമായ ഒരു സാധാരണക്കാർക്കും പാവപ്പെട്ടവരുമുള്ള ഒരു സംവിധാനങ്ങളും ഈ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്നില്ല. അതിന് അടിയന്തരമായി ഇടപെട്ട് ഇതിനകത്ത് ജില്ലാ പഞ്ചായത്ത്, സർക്കാരാണെങ്കിൽ സർക്കാർ ഇടപെട്ട് ഇതിനകത്ത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. സാധാരണക്കാർ ചികിത്സയ്ക്കായി എത്തുന്ന ഈ ധർമ്മാശുപത്രിക്കും ചികിത്സ വേണമെന്നാണ് പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ അത്യാഹിത വിഭാഗത്തിലെത്തുന്നവർക്ക് യഥാക്രമം ചികിത്സ കിട്ടാറില്ല എന്നൊരു ആരോപണമുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? 100% ശരിയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഒരു 2 years ബാക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അത്യാവശ്യം വലിയ ആക്സിഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ എനിക്കൊരു ഹെഡ് ഇഞ്ചുറിയാണ് പറ്റിയത്. അന്നേരം എൻ്റെ ഡ്രസ്സിലും കംപ്ലീറ്റ് ബ്ലഡായിട്ട് എന്നെ ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം ബ്ലഡായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കണ്ട മാത്രയിൽ തന്നെ ഭയങ്കര സിവിയറാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് നടത്തി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ കണ്ടപ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുകയും ഇങ്ങനെ ഒരു ജനപ്രതിനിധിയാണെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കുമാണ് എന്നെ റെഫർ ചെയ്യാതെ എനിക്ക് ഇവിടെ നിന്ന് വേറെ ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് തന്നതും എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തതും. ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഇവർക്കിവിടെ നമ്മളൊരു കാഷ്വാലിറ്റി അത്രത്തോളം പ്രതീക്ഷിച്ച് വരുന്ന ഒരാളിന് അത്യാവശ്യമായിട്ട് ഫസ്റ്റ് കിട്ടേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പോലും കിട്ടുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഹോൾഡ് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ കൈയൊഴിയുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് അങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് വിടുക. മെഡിക്കൽ കോളേജിലോ അത്രയും പോകേണ്ടതായിട്ടുള്ളൊരു സിവിയർ ആയിട്ടുള്ളൊരു പ്രശ്നത്തിന് മാത്രമാണ് നമ്മൾ നോർമലി അങ്ങോട്ട് പോകുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിൽ അത്രയും ഒരു ചികിത്സ പെട്ടെന്ന് കിട്ടണമെന്നില്ല. കാരണം അതിൽ നിന്ന് വലിയ കേസ് വരും. അതിൽ നിന്നും വലുതായിട്ടുള്ള അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പോയി പെൻഡിങ് ആയിട്ട് നിൽക്കും. നമ്മൾ ഡെയിലി കാണുന്നതാണ്. അപ്പം ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ മെഡിക്കൽ കോളേജിൽ വിട്ടുമ്പം അവിടെയും ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഇവിടെയും ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഇതിനിടയിൽ കിടന്ന് പെട്ടുപോകുന്നത് പാവപ്പെട്ട രോഗികളാണ്. അത് തന്നെയാണല്ലോ പൊഴിയൂരും നിങ്ങളൊക്കെ. പൊഴിയൂർ റീസെൻ്റ്ലി നമ്മളെല്ലാവരും വായിച്ചൊരു വിഷയമാണ്. പൊഴിയൂരിൽ ഒരു ലിലി എന്ന് പറഞ്ഞിട്ടൊരു ഏകദേശം 75-76 വയസ്സുള്ള ഒരു അമ്മ പുഴുവൊക്കെ അരച്ച് മരണപ്പെട്ടു എന്ന് തന്നെ നാട്ടുകാരെല്ലാം പറഞ്ഞൊരു കേസായിരുന്നു. അത് സത്യം പറഞ്ഞാൽ പോലീസ് ആളെ എടുത്ത് ഇൻക്വസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് ആളിന് ജീവനുണ്ടെന്ന് പറയുന്നതും പെട്ടെന്ന് തന്നെ അവരെല്ലാവരും കൂടെ അമ്മൂമ്മ എടുത്തിട്ട് നമ്മുടെ നെയ്യാറ്റിൻകര ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന മാത്രയിൽ തന്നെ കണ്ട ഉടനെ നേരെ എടുത്തങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. അവരെ ഒന്ന് പരിശോധിച്ച് അവർക്ക് വേണ്ട ആദ്യം കൊടുക്കേണ്ട പ്രാഥമിക ചികിത്സ കൊടുക്കുകയോ ഒന്നിനും തന്നെ തയ്യാറായിട്ടില്ല. ഇതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു അവസ്ഥ. കൂടാതെ മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത്രയും കാർ പാർക്കിങ്ങിനും അത് കാറായാലും ശരി ഈവൻ 2 വീലർ ആയാലും ശരി തന്നെയാണ്. നല്ല രീതിയിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ചുമത്തുന്നുണ്ട്. ഇപ്പം പേയ്മെൻറ്റ് കൊടുക്കുന്നതിനൊന്നും ആർക്കും ഒരു തർക്കമുള്ള കാര്യമില്ല. കാരണം
അത് നമ്മുടെ ഒരു സിസ്റ്റമാണ്. അത് നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. പക്ഷേ അതിന് പ്രോപ്പറായിട്ടൊരു പ്ലേസോ ഈ കാണുന്ന ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇൻ്റർലോക്സ് എല്ലാം ഇളകിയിട്ട് ഇയേഴ്സായി എന്നിട്ട് പോലും അതിന് വേണ്ട നടപടി ചെയ്യാതെ ഏജ് ഓൾഡ് ആയിട്ടുള്ള അത്രത്തോളം പ്രായം ചെന്ന അച്ഛനായാലും അമ്മമാരൊക്കെ ഇങ്ങനെ ഇവിടെ വീണിട്ട് ഇവിടെ തന്നെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ട്രീറ്റ് ചെയ്യുമ്പോൾ അവസ്ഥ അതിനേക്കാളും ഗുരുതരമാണ്. ഈ പോയി വച്ചുകെട്ടാൻ ഒരു മുറിവ് പറ്റി വച്ചുകെട്ടാൻ പോയി കഴിഞ്ഞാലുള്ളത് അവിടെ ഡോക്ടർ അവൈലബിൾ അല്ല. ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണ അറ്റൻഡർമാരാണ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഓൾമോസ്റ്റ് 1 year ആയി എനിക്കൊരു വീഴ്ച പറ്റി ഞാനിവിടെ വന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഒരു മൈനർ ഫ്രാക്ചറാണെന്ന് പറയുകയുണ്ടായി. അതിനെ തുടർന്ന് ഫസ്റ്റ് ഡേ എനിക്ക് ഡോക്ടർ തന്നെയാണ് എനിക്ക് അതിൻ്റെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടത്. 1 week കഴിഞ്ഞ് ഞാനൊരു റിവ്യൂവിന് വന്നപ്പോഴത്തേക്കും ഡോക്ടറെ അടുത്ത് അത് റീപ്ലാസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ വന്ന് എനിക്ക് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് തന്നത് ഒരു അറ്റൻഡറാണ്. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാം. കാരണം ആ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് പോയി എനിക്ക് പിന്നെ ഈ ഹോസ്പിറ്റലിൽ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ ഒരു മുറിവിനല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഒടിവുണ്ടായതിനെ എനിക്ക് ക്യൂർ ചെയ്യാൻ പറ്റിയത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എനിക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വന്നു. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കാരണം നമ്മളെല്ലാവരും സർക്കാർ സ്ഥാപനങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ട്രീറ്റ്മെൻറ്റ് കിട്ടുകയോ നമ്മുടെ ആയുസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിലെ നിരവധി PHSകളിലും CHSകളിലും ഒന്നും തന്നെ നമുക്ക് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള മരുന്ന് ലഭിക്കാറില്ല. അപ്പോൾ ഈ നെയ്യാറ്റിൻകര താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്നതാണ് നെയ്യാറ്റിൻകര താലൂക്ക്. ആ താലൂക്കിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പൊതുജനം ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി. അപ്പോൾ ഈ CHSകളിലും PHSകളിലും കിട്ടാത്ത ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ജനറൽ ആശുപത്രിയെ ഈ പൊതുജനം തേടിയെത്തുന്ന സമയത്ത് അവിടെയും കൈമലർത്തി കാണിക്കുന്ന പതിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനും ഇലക്ഷൻ സമയത്ത് ഒരു ദിവസം ഈ പട്ടി കടിച്ചപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പോയ സമയത്ത് അവിടെ മരുന്നില്ലാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെ സമീപിക്കുകയാണ് ഞാനും ചെയ്തത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ കാര്യം നമുക്ക് പറയേണ്ടതില്ല. അപ്പോൾ ഇത് നിലവാരം ഇനി ഒരു ചുറ്റുമതിൽ പോലും ഇല്ല. അപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യമാണെങ്കിൽ അതിരൂക്ഷമാണ്. അപ്പോൾ ഈ തെരുവ് നായ്ക്കളെ പേടിച്ച് അമ്മമാരും പാവപ്പെട്ട കുഞ്ഞുങ്ങളും ആശുപത്രിയിലേക്ക് എത്താൻ തന്നെ മടിക്കുന്ന ഒരു സാഹചര്യമാണ് നെയ്യാറ്റിൻകരയെ സംബന്ധിച്ചുള്ളത്. ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനത്ത് നിന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ഇത്രയും പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും സാധാരണക്കാരായ ജനം ആശ്രയിക്കുന്ന ഈ ആശുപത്രിയെ എത്രയും വേഗം തന്നെ ആ ഒരു ജനറൽ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക്, ഇപ്പോൾ ഒരു താലൂക്ക് ആശുപത്രി പോയിട്ട് ഒരു PHSയുടെ നിലവാരം പോലും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഒരു ജനറൽ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് പൊതുജനങ്ങൾക്ക് വേണ്ടി സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നേരിടുന്ന പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നിലവിലിവിടെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സാധാരണക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയാൻ കാരണം ടോക്കൺ സംവിധാനമാണ്. ടോക്കൺ സംവിധാനം എന്ന് പറയുമ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ടോക്കൺ സംവിധാനമുണ്ട്. പക്ഷേ OP ടിക്കറ്റ് എടുക്കുന്നതിന് ഒരു ടോക്കൺ സംവിധാനം കൊണ്ടുവരണം. നിങ്ങൾക്ക് തന്നെ അറിയാം, അവിടെ ആ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് വളരെ ചോരുന്നൊരവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ടോക്കൺ സംവിധാനം കൊണ്ടുവന്നാൽ കുറച്ച് ചെയറുകൾ ഇട്ടാൽ പ്രായമായ ആളുകൾക്ക്, വൃദ്ധരായവർക്ക് അവിടെ ഇരുന്ന് ടോക്കൺ സംവിധാനത്തിലൂടെ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ പറ്റും. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ കാഷ്വാലിറ്റിയുടെ മേളിൽ ഒരു നില കെട്ടിടം പണിയുകയാണ്. അത് പണിയുന്നത് ICU കെട്ടിടമായിട്ടാണ് പണിയുന്നത്. ICU എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗികളാണ് അവിടെ കിടത്തുന്നത്. ആ താഴെ നിലയുള്ള കെട്ടിടത്തിൻ്റെ ബലം എത്രയുണ്ടെന്ന് പോലും ഉറപ്പ് വരുത്താതെ അതിൻ്റെ മേളിൽ പുതിയ ബിൽഡിങ് പണിയുകയാണ്. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കെട്ടിടത്തിന് എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു കാര്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ കാരുണ്യ ഫാർമസി സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കാരുണ്യ ഫാർമസി സ്ഥിതി ചെയ്യുന്ന കെട്ടിടം പൂർണ്ണമായും തകർന്നു പോകുന്ന നിലയിലാണ് ഇരിക്കുന്നത്. കാരണം കാലപ്പഴക്കം കൊണ്ട് തകർന്നിരിക്കും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ കൃത്യമായി പണികൾ ചെയ്യാത്തത് കൊണ്ടുള്ള പഴക്കം സംഭവിച്ചാതിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ജനത പേ വാർഡ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മോർച്ചറിക്ക് തൊട്ടടുത്തുള്ള ജനത പേ വാർഡ് എന്ന് പറയുന്നത്, അതും കാലപ്പഴക്കം കൊണ്ട് തകരുന്ന അവസ്ഥയിലാണ്. എന്നിട്ട് ആ പേ വാർഡിൽ ആളുകളെ കൂടുതലായി തിരികെ കയറ്റുന്നൊരു സാഹചര്യമുണ്ട്. കാരണം എത്രയോ 10 25 റൂമുകൾ അതിനുള്ളിലുണ്ട്. അതിലെല്ലാം മുഴുവൻ ആളുകളുണ്ട്. അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിന് ഉത്തരം പറയാൻ തയ്യാറാകുന്നത്? സാധാരണക്കാരായ ആളുകൾ ആരെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് മരിച്ചു കൊണ്ടുവരികയോ ഈ ഹോസ്പിറ്റലിൽ മരണപ്പെടുകയോ ചെയ്താൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു സംവിധാനം ഇവിടെ ഇല്ല. എത്രയോ വർഷങ്ങളായി. അതിൻ്റെ പ്രശ്നം അവർ പറയുന്നത് ഒരു പോലീസ് സർജൻ ഇല്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ജീവനക്കാരുൾപ്പെടെ പറയുന്നത്
പോലീസ് സർജൻ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പലതവണ അവരോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനകത്ത് അതിൻ്റെ അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സൂപ്രണ്ടിന് നിവേദനം കൊടുത്തിട്ടുണ്ട്, MLA യോട് പറഞ്ഞിട്ടുണ്ട്, വിവിധ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു പോലീസ് സർജൻ ഉണ്ടായാൽ ഇവിടെയുള്ള ആളുകളുടെ മരണപ്പെടുന്നവരെ പോസ്റ്റ്മോർട്ടം ഇവിടെ തന്നെ ചെയ്യുകയും അത് ദ്രുതഗതിയിൽ മറവ് ചെയ്യുന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഒരു ജനറൽ ഹോസ്പിറ്റലിൽ അത് ആവശ്യമാണ്. ജനറൽ ഹോസ്പിറ്റലിന് ആവശ്യമാണ്. കാരണം ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാതെ ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും ന്യായമായ കാര്യമല്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് മുമ്പ് പറഞ്ഞതുപോലെ കെട്ടിടങ്ങളുടെ ദുരവസ്ഥ തകർന്നു വീഴുന്ന സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ പാരസെറ്റമോൾ മാത്രം നൽകി വിടുന്ന ഒരു ഹോസ്പിറ്റലായി ഈ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റൽ മാറിയിരിക്കുകയാണ്. ഒരു BP കൂടി ഒരാൾ പ്രാഥമികമായിട്ടുള്ള ഗുളിക പോലും കൂടെ വരുന്ന കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ അവർ പുറത്തു പോയി വാങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. മരുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. മരുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അവിടെ വരുന്ന സാധാരണക്കാരോട് നിങ്ങൾ ചോദിക്കണം, രോഗികളോട് ചോദിക്കണം, അവരെങ്ങനെയാണ്. അവർ പുറത്തു പോയി മരുന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ്. കൂടിപ്പോയാൽ ഇവിടുന്ന് കൊടുക്കുന്ന കേവലം ഒരു പാരസെറ്റമോൾ മാത്രമാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്രശ്നം, ഇവിടെ കിടത്തി ചികിത്സ പലപ്പോഴും കുറവാണ്. അവർ ചെയ്യുന്നൊരു കാര്യം, ഇവിടെ വരുന്ന ആളുകളെ മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്കോ റെഫർ ചെയ്ത് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരം കൊണ്ട് ആഗ്രഹിക്കുന്നത്. നെയ്യാറ്റിങ്കരയിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് ഈ ധർമാശുപത്രി. ഇത് സംരക്ഷിച്ച് നൽകേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്വവും. ഞാനുണ്ടിവിടെ ചോദിക്കാൻ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.